എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അനിടം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിടം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം മുതൽ കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. The Wheel of Fortune, 5 of Cups energy connections, Knight of Swords, Knight of Cups, Page of Wands, Strength card. ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ, ഒരു പ്ലാൻ ഉണ്ടാവും. പൊതുവിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള മടി കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ധാരണയാണ് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു മാസമാണ് വർഷമാണ് ഈ വർഷം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടാതെ നിങ്ങൾ ഒത്തിരി ആക്റ്റീവ് ആകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്മാർട്ടായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം പൊതുവിൽ വളരെയധികം ആക്റ്റീവായിരിക്കും. അതായത് ആ ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലുള്ള ഒരു എനർജി വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. എല്ലാത്തിനും ഭയങ്കര ആത്മവിശ്വാസം, അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പുതിയൊരു ന്യൂലി ഫൗണ്ട് ഇൻസ്പിറേഷനാണ് നിങ്ങൾക്ക് എല്ലാത്തിലും കാണിക്കുന്നത്. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കുകയാണ്. ഡ്രീം, അതേപോലെ പല കാര്യങ്ങളും ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് ചിന്തിക്കാതെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു യൂത്ത്ഫുൾനെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പിന്നെ ഇനിയിപ്പോൾ പ്രായം എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം ഇല്ലാതെ തന്നെ ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നത്, അതായത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സ്പോർട്സ് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഒരു ലാക്ക് ഓഫ് അംബീഷനൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് വരികയാണ്. ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിങ്ങൾ ചെറിയ പല വിൻസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കി ഡ്രോ എന്ന് ഗോൾഡ് കോയിനോ, ചെറിയ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, ഇപ്പോൾ ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതുപോലെ ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം തർക്കേറ്റില്ലാത്ത വിലയുള്ള എന്നാൽ കോടികൾ വരുന്നതല്ല, ആ ഒരു ഇതിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്കി ഡ്രോ വിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചാൻസസ് വളരെ സാധ്യതകൾ കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സമയം എന്ന് പറഞ്ഞാൽ ജോലിയിൽ പ്രമോഷൻ അതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ പ്രമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പ്രമോഷൻ്റെ അപ്പുറത്തേക്ക് ജോലിയിലൊരു മാറ്റമാണ്. കാരണം പ്രമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ മികച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് അതേ കമ്പനിയിലായിരിക്കില്ല, കാരണം നിങ്ങൾ ജോലി മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോബ് ചേഞ്ച് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ജോബ് ചേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് മാറി മറ്റ് പുതിയ കമ്പനിയിലേക്ക് മാറുന്നു, അവിടെ ഉയർന്ന പൊസിഷനിലേക്ക് മാറുന്നു. അപ്പോൾ ആ ഒരു രീതിയിലൊരു നിങ്ങളെ സംബന്ധിച്ചൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ 5 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രണയം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, വിവാഹം കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രണയവും വിവാഹമൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുകയാണെങ്കിൽ ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയ കാലഘട്ടത്തിലൂടെ പോകുന്നുണ്ട്. എന്നിരുന്നാലും പല കാരണങ്ങൾ കൊണ്ടിട്ട് ആ ബന്ധം മുന്നോട്ടേക്ക് പോകാതെ നിൽക്കുന്നു എന്നുള്ളതാണ്, സ്റ്റക്കാകുന്ന. കാരണം ഇത് ചിലപ്പോൾ പാരൻസിൻ്റെ ഒരു സമ്മതം കിട്ടാതെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാരൻസിൻ്റെ സമ്മതം കിട്ടി, പക്ഷേ പാരൻസിൻ്റെ സമ്മതം കിട്ടിയിട്ടും വേറെ പല ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരൻസ് സമ്മതിക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമല്ല, ജനറലി പല പല കാരണങ്ങൾ ആ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അത് നടക്കാതിരിക്കാനായിട്ടുള്ള പല പല കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്നൊരു സമയമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പേഴ്സണൽ ലൈഫിലെ ടെൻഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ എടുത്ത് പറയണമെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷനിലൂടെയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സങ്കടകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ആകാൻ പോകുന്നത്, അതായത് വിവാഹം മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആകാം. എന്ന് വെച്ചിട്ട് എല്ലാവരിലും ഒരേപോലെയല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ താൽക്കാലികമായിട്ട് ഈ ഒരു വർഷം കൂടുതൽ അതിലേക്ക് എൻഗേജ്ഡ് ആവുന്നില്ല, പക്ഷെ മൈൻഡിൽ ഈ വ്യക്തിയായിട്ട് ഇപ്പോഴും നിങ്ങൾ ഒരു കണക്ഷൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം തൽക്കാലം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്ന് നെക്സ്റ്റ് ഇയറിലേക്ക് നോക്കാം എന്നുള്ളൊരു ഇതിലേക്ക് ആവാം സൂചിപ്പിക്കുന്നത്. എന്തായാലും അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് മൂലം നിങ്ങൾക്ക് ഒത്തിരി സങ്കടം കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നു. അതായത് ഇതിനെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഇതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സൗഹൃദങ്ങളായിരിക്കുക, പല സുഹൃത്തുക്കൾ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ വഴി ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടം അവോയ്ഡ് ചെയ്യാൻ ആക്റ്റീവായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ടീസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ ഒരു സങ്കടത്തിൽ നിന്ന് മാറി നിൽക്കുക, ഒറ്റപ്പെട്ട് നിൽക്കാതിരിക്കുക സുഹൃത്തുക്കളോടൊപ്പം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ യാത്രകൾക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വിദേശത്ത് ശ്രമിച്ചിട്ടുണ്ടാവും ചില ആളുകൾ, വിദേശത്ത് വർക്കിന് ശ്രമിച്ചിട്ടുള്ളവർ അത് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ. പക്ഷെ എന്ന് വെച്ചിട്ട് നാട്ടിൽ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല, പുറത്തേക്ക് പോയി സെറ്റിലാവുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിന്തയാവാം. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല തടസ്സങ്ങൾ വരാം. അപ്പോൾ തടസ്സങ്ങളെ അതിജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു മുന്നേറ്റം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, പ്രതിവിധികൾ നിങ്ങളുടെ ലൈഫിൽ ചില കാർമിക് ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നേടണം എന്ന് ആഗ്രഹിച്ചത് അത് നേടാനുള്ള അവസരവും വരുന്നുണ്ട്. അതായത് കുറേയധികം നാളുകളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഗോള്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ച പോലെ വരുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് വൺസ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ആക്റ്റീവാണ്. പല കാര്യങ്ങളും തീരുമാനമെടുത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചെറിയ ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പൊരുതി ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ലിറ്ററലി ചില ആളുകളെ സംബന്ധിച്ച് കേസ് കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സിവിൽ കേസ്, ഇപ്പോൾ സ്ഥലത്തർക്കം, വസ്തുതർക്കം അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചില ആളുകൾ കമ്പനിക്കെതിരെ, ഗവൺമെൻറ് അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയോ കേസസ് കാര്യങ്ങളുണ്ട്. എന്തായാലും അത് നിങ്ങൾ വിട്ടുകളയാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായം മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് വിജയസാധ്യതകൾ കൂടുതൽ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ വർക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പഴയ
ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ചെറിയ ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, കാര്യങ്ങളൊക്കെ. അതിലും വിജയസാധ്യതകൾ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.